കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ ബി.ജെ.പി. പ്രവർത്തകൻ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 9 പ്രതികൾ കുറ്റക്കാർ. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, ടി.പി. വധക്കേസ് പ്രതി ടി.കെ. രജീഷ് എന്നിവരടക്കം 9 പ്രതികൾ കുറ്റക്കാരാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. സൂരജ് വധക്കേസിൽ ടി.കെ. രജീഷ്, എൻ.വി. യോഗേഷ്, കെ. ഷംജിത്ത്, മനോരാജ് നാരായണൻ, സജീവൻ, പ്രഭാകരൻ, കെ.വി. പത്മനാഭൻ, പ്രദീപൻ, രാധാകൃഷ്ണൻ എന്നീ പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. 10ാം പ്രതി നാഗത്താൻകോട്ട പ്രകാശനെ വെറുതെ വിട്ടു. 1 മുതൽ 6 വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. 7 മുതൽ 9 വരെ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞു. 11ാം പ്രതിയാണ് കൊല നടത്തിയവരെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചത്. ടി.പി. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ടി.കെ. രജീഷും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനും സൂരജിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായി തെളിഞ്ഞു. ഈ കേസിലെ ടി.കെ. രജീഷ് 2005-ൽ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ പിടിച്ചിരുന്നെങ്കിൽ അതിനുശേഷം ഒരു 10-15 കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവുമായിരുന്നു. 10-15 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന്, ടി.പി. ചന്ദ്രശേഖരൻ അടക്കമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് കേരളം രക്ഷപ്പെടുമായിരുന്നു. ഈ കൃത്യത്തിൽ സാധാരണഗതിയിൽ തുടരന്വേഷണത്തിൽ വന്ന പ്രതികൾ രക്ഷപ്പെടുകയാണ് ചെയ്യാറ് പതിവ്. കാരണം ആദ്യ അന്വേഷണത്തിൽ ഒഴിവാക്കപ്പെട്ടു എന്ന ഘട്ടത്തിൽ ഈ കേസിൽ 2ഉം 5ഉം പ്രതികളായ രജീഷും, അദ്ദേഹം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയാണ്, മനോരാജ് എന്ന നാരായണനും ഈ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടു എന്നുള്ളത് പ്രോസിക്യൂഷന്റെ വൻ വിജയമായിട്ട് തന്നെ കാണാം. ശിക്ഷയിൽ ഇളവ് വേണമെന്ന് 6ാം പ്രതിയും 7ാം പ്രതിയും ആവശ്യപ്പെട്ടു. കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് മനോരാജ് നാരായണൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. അതേസമയം CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ ശക്തമായ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. 20 വർഷം നീണ്ട നിയമ പോരാട്ടം, 28 സാക്ഷികൾ, 51 രേഖകൾ, ഒടുവിൽ 9 പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വൈകിയെങ്കിലും ലഭിച്ചത് നീതി തന്നെ. കെ. സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.